വചനജായ 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 വചനജായ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ തിരുസഭ മാതാവ് നമ്മൾക്ക് വിചിന്തന വിധേയമാക്കുവാൻ നൽകിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. 6 ദിവസങ്ങൾക്ക് ശേഷം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ അവർക്ക് മുമ്പിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇവരെ 3 പേരെ മാത്രം ഈശോ തിരഞ്ഞെടുത്തത്? സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവരെ 3 മാത്രം കൂട്ടിക്കൊണ്ടുപോകുന്ന 3 അവസരങ്ങളുണ്ട്. ഒന്ന് രൂപാന്തരീകരണവും, മറ്റു 2 അവസരങ്ങൾ ജായറോസിന്റെ മകളെ സുഖപ്പെടുത്താൻ പോയപ്പോഴും ഗത്സമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ്. മറ്റുള്ളവരെക്കാൾ അധികമായി ഇവർക്ക് മുമ്പിൽ ഈശോ തന്നെ വെളിപ്പെടുത്താനിടയായ കാരണത്തെക്കുറിച്ച് സുവിശേഷകന്മാർ ആരും തന്നെ പറയുന്നില്ല. ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഇവരിൽ ബരമേൽപ്പിക്കാനിരുന്ന ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തന്നെക്കാൾ വലുതായിരുന്നു എന്നതുകൊണ്ടാകാം. നമുക്കറിയാം, പത്രോസ് തിരുസഭയുടെ ആദ്യത്തെ തലവനാണ്. യാക്കോബ് അപ്പോസ്തലന്മാരിൽ ആദ്യം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള ആളാണ്. സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത എഴുതുന്നതിന് വേണ്ടി ദൈവം അപ്പോസ്തലന്മാരിൽ നിന്നും തിരഞ്ഞെടുത്തത് യോഹന്നാനെയാണ്. തൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികളാകുവാൻ ഈശോ ശിഷ്യന്മാരെ വിളിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. സമാന്തര സുവിശേഷകന്മാരായ മത്തായി, മാർക്കോസ്, ലൂക്ക ഇവർ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. രൂപാന്തരീകരണത്തിന് മുൻപായിട്ട് ഇവർ 3 പേരും ഒരുപോലെ രേഖപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കെസറിയ ഫിലിപ്പിയിൽ വെച്ച് നടത്തുന്ന പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. 2, അതിനുശേഷം ഈശോ നടത്തുന്ന തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഞാൻ ആരാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈശോയുടെ ഒരു ചോദ്യത്തിന് പത്രോസ് നൽകുന്ന ഉത്തരം ശരിയാണ്. നീ ക്രിസ്തുവാണ്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ശിഷ്യന്മാർ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന സംതൃപ്തിയോടുകൂടെ ഈശോ പിന്നീട് തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മുഖത്തെ ആ ഒരു സന്തോഷം, അവരുടെ ആ വെളിച്ചം നഷ്ടപ്പെട്ടു. പത്രോസ് ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നു, ഗുരു, ഇത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഇത് പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, ഞാൻ എന്നെക്കുറിച്ച് നൽകിയ സാക്ഷ്യവും അവരത് മനസ്സിലാക്കിയ രീതിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ശിഷ്യന്മാർ ഈശോയെക്കുറിച്ച് ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. തൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും നയിക്കുന്നത് ആ ഒരു മഹത്വത്തിലേക്കാണ് എന്നൊരു ബോധ്യം ശിഷ്യന്മാരിൽ ഉണ്ടാക്കുന്നതിനും, ഇല കൊഴിയുന്ന കാലങ്ങൾക്കപ്പുറം തളിരണിയുന്ന കാലമുണ്ട് എന്ന് ശിഷ്യന്മാരെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഈശോ അവരുടെ മുൻപിൽ രൂപാന്തരപ്പെട്ടത്. ഈ രൂപാന്തരീകരണ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവത്തോടും സഹോദരങ്ങളോടും ഒപ്പമായിരിക്കാൻ സമയം കണ്ടെത്തുക എന്നതാണ്. ഈശോയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ തിരക്കേറിയതാണ്. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വചനം പങ്കുവെച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. അതിനിടയിൽ പിശാചുബാധിതരെയും രോഗികളെയും സുഖപ്പെടുത്തുന്നു. സമൂഹം പാപികളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരെ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ പരിശ്രമിക്കുന്നു. അവരോടൊപ്പം ഈശോ സമയം ചെലവഴിക്കുന്നു. കൂടാതെ തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ പ്രസംഗത്തിനിടയിൽ, പഠനത്തിനിടയിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രൈവറ്റായിട്ട് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഈ തിരക്കേറിയ ജീവിതത്തിനിടയിലും ഈശോ അനുദിനം തൻ്റെ പിതാവിനോടൊപ്പം ചിലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു. വചനഭാഗത്ത് നാം വായിക്കുന്നു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ കൂട്ടിക്കൊണ്ട് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോയി. വിശുദ്ധ ഗ്രന്ഥത്തിൽ മല എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു സ്ഥലമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയുടെ പ്രതീകമാണ്. അപ്പോൾ ഈശോ മലയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ പിതാവിനോടൊപ്പം സമയം പങ്കിടുവാനായിട്ട് പോയി എന്നാണ് അർത്ഥം. ഈ നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ, നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യാൻ, വേണ്ടെന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയമായിരിക്കും. സമയമുള്ളവരെ ഈ ഒരു തപസ് കാലത്ത് നമ്മുടെ വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് കൂടി മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലാനും സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കാനും പരിശ്രമിക്കണം. ദിവ്യബലിയിലും ഈ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ട്. അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലും രൂപാന്തരീകരണം സംഭവിക്കാനായിട്ട് ഇടവരുത്തുന്ന ഒരു കൂദാശയാണ് ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്.
ദൈവത്തോടു കൂടെ ആയിരിക്കാൻ നാം സമയം കണ്ടെത്തുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സഹോദരങ്ങളോടൊപ്പം സമയം കണ്ടെത്തുവാൻ, അവരോട് കൂടെ ആയിരിക്കാൻ നാം ശ്രമിക്കുക എന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, മറ്റുള്ളവരോടൊപ്പം ഒരല്പം സമയം കൂടുതൽ ചെലവഴിക്കാൻ സാധിച്ചെങ്കിൽ ചില ബന്ധങ്ങളൊക്കെ ഇന്നും അതേ ഊഷ്മളതയോടുകൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ചിലരൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഒരു അനുഭവം പറയാം. ഒരു വീട്ടിൽ ചെല്ലാനിടയായി. അവിടെ 2 പേരാണ് ഉണ്ടായിരുന്നത്, ഭാര്യയും ഭർത്താവും. അവർ 2 പേരും ഡോക്ടേഴ്സാണ്. അവർ ആദ്യം എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അവരുടെ പ്രാർത്ഥനാ മുറിയിലേക്കാണ്. അവിടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിനടുത്തായിട്ട് ഒരു യുവാവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇത് ആരാണ്? അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിറകണ്ണുകളോടെ ആ പിതാവ് പറഞ്ഞത്, അത് ഞങ്ങളുടെ മകനാണ്, പക്ഷെ അവൻ ഇന്ന് ഈ ലോകത്തിലില്ല എന്നാണ്. അവർ 2 പേരും കുറച്ചു നേരം കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, ഒരു വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവൻ വന്ന് പറഞ്ഞു, ഡാഡിയും അമ്മയും ഇന്ന് പുറത്തേക്ക് പോകണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, രാത്രി നമുക്ക് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. തിരിച്ചു വരുമ്പോൾ അവൻ ഈ ലോകത്തുനിന്നും വിടവാങ്ങിയിരുന്നു. പിന്നീട് അവൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാണ് അറിഞ്ഞത്, അവന് കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുറച്ചു നേരമെങ്കിലും ഞങ്ങളുടെ കുറച്ചു നേരം അവന് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മോടൊപ്പം ഇന്ന് അവനിവിടെ ഉണ്ടാകുമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവാതെ, നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നാം അനുഭവിക്കുന്ന ദൈവിക സ്നേഹം, ആ ദൈവസ്നേഹം അവർക്കും പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ നോമ്പുകാലത്തിലെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനജായ 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 വചനജായ